കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുകയാണ്. കൊൽക്കത്തയിൽ ആരോഗ്യവകുപ്പ് ആസ്ഥാനമായ സ്വാസ്ഥ്യ ഭവന് മുന്നിൽ ഡോക്ടേഴ്സ് പ്രതിഷേധിക്കുകയാണ്. ഡോക്ടേഴ്സിന് പിന്തുണയുമായി കായിക താരങ്ങളും കൊൽക്കത്തയിൽ പ്രതിഷേധം നടത്തുകയാണ്. ജോലിയിൽ തിരികെ കയറാൻ ഡൽഹി എയിംസിലെ റെസിഡന്റ് ഡോക്ടേഴ്സിനോട് അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ വഴങ്ങില്ല എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്നും, വിനിത വിജയ് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, ഈ ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? വേണു, ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് മാർച്ച് ചെയ്ത് എത്തിയ ഡോക്ടർമാർ അവർ നിവേദനം സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതിനുശേഷം ആ പ്രതിഷേധം അവസാനിപ്പിച്ച് ഡോക്ടർമാർ പിരിഞ്ഞുപോയിരിക്കുന്നു. അതേസമയം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡന് മുന്നിൽ മറ്റൊരു പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. ഇത് കായിക താരങ്ങളുടെ നേതൃത്വത്തിലാണ്. മുതിർന്ന കായിക താരങ്ങൾ, ഒളിമ്പ്യന്മാർ, വിവിധ മേഖലകളിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച കായിക താരങ്ങൾ, ഫുട്ബോൾ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഈഡൻ ഗാർഡനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം സമാനമായ രീതിയിൽ കൊൽക്കത്തയിലെ വിവിധ ഇടങ്ങളിൽ കണ്ടു. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ, അഭിഭാഷകർ, കൂടാതെ കായിക താരങ്ങൾ, ഫുട്ബോൾ ക്ലബ്ബുകൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ അടക്കമുള്ളവരുടെ പ്രതിഷേധങ്ങളാണ് കൊൽക്കത്തയിൽ നടന്നു വരുന്നത്. അത് സുപ്രീം കോടതിയുടെ ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും അവിടെ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ്.